എല്ലാവർക്കും ബാംഗ്ലൂസ് മലയാളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ വാലറ്റ് ഡ്രെയിൻ ചെയ്യപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ആർക്കും ചോദിക്കാൻ ഇടവരാതിരിക്കട്ടെ. എന്നിരുന്നാലും ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ നമ്മൾ പാനിക് ആവുമെന്നുള്ളത് ഉറപ്പാണ്. സെൽഫ് കസ്റ്റഡി വാലറ്റ് ആയ മെറ്റാമാസ്ക്, ഫാൻറ്റം ലെഡ്ജർ തുടങ്ങിയവ ഹാക്ക് ചെയ്യപ്പെട്ടാലോ ഡ്രെയിൻ ചെയ്യപ്പെട്ടാലോ ഉള്ള സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ബാംഗ്ലൂസ് മലയാളം വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കലാണ്. ഒരു അറ്റാക്ക് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് വരാവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സോഴ്സിൻ്റെ രീതി മനസ്സിലാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. വാലറ്റ് ഡ്രെയിൻ ആവുന്നത് പെട്ടെന്ന് സംഭവിച്ചതാണെങ്കിൽ, ഇൻ കേസ് ഔട്ട് ഓഫ് ദ ബ്ലൂ നിങ്ങൾ വേറെ ട്രാൻസാക്ഷനോ ഡാപ്പ് കണക്ഷനോ ഒന്നും ചെയ്യാതെ തന്നെ വാലറ്റ് ഡ്രെയിൻ ആവുകയാണ് ചെയ്തതെങ്കിൽ, പെട്ടെന്ന് തന്നെ അസറ്റ് നഷ്ടപ്പെട്ടതാണെങ്കിൽ, നിങ്ങളുടെ പ്രൈവറ്റ് കീ ലീക്കായതോ അല്ലെങ്കിൽ നിങ്ങളുടെ 16 അക്ക സീഡ് ഫ്രേസ് ലീക്കായതോ ആകാം കാരണം. നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് കീ ഒരു ഡിജിറ്റൽ എൻറ്റിറ്റിയിലാണോ സ്റ്റോർ ചെയ്തത് എന്ന് പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ഡോക്സിലോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു സ്ക്രീൻഷോട്ട് വരെ ആവാം അത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി ആവാം ഹാക്കർ നിങ്ങളുടെ വാലറ്റ് ഡ്രെയിൻ ചെയ്തത്. പിന്നത്തെ കേസ് എന്തെന്നാൽ, നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവൽ നൽകുമ്പോൾ അതുവഴി നിങ്ങളുടെ വാലറ്റിലെ ഫണ്ട് ഡ്രെയിൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ട്വിറ്ററിലൊക്കെ കാണുന്ന റാൻഡം ക്രിപ്റ്റോ മെസ്സേജുകളിൽ നിന്നാണ് ഇത് ഭൂരിഭാഗവും സംഭവിക്കാറ്. നിങ്ങൾ മിൻറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ, ടോക്കൺ ക്ലെയിം ഓപ്ഷൻ കൊടുക്കുമ്പോൾ, സ്വാപ്പ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒക്കെ ട്രാൻസാക്ഷൻ സൈൻ ചെയ്യാൻ ഓപ്ഷൻ വരും. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ വാലറ്റ് ഡ്രെയിൻ ചെയ്യാനുള്ള പെർമിഷൻ ആവും ഇതിലൂടെ നമ്മൾ നൽകിയിട്ടുണ്ടാവുക. നിങ്ങൾ ട്രാൻസാക്ഷൻ സൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാലറ്റ് ഇൻ്ററാക്ട് ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്റ്റ് നിങ്ങളറിയാതെ നിങ്ങളുടെ അസറ്റ് ഡ്രെയിൻ ചെയ്യാനുള്ള പെർമിഷൻ ആവും ചോദിക്കുന്നുണ്ടാവുക. ഇങ്ങനെയാണോ നിങ്ങളുടെ വാലറ്റ് ഡ്രെയിൻ ആയത് എന്ന് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓപ്പൺ അപ്രൂവൽ റിവോക്ക് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിലും അതുവഴി ഹാക്കേഴ്സിന് നിങ്ങളുടെ വാലറ്റ് ഡ്രെയിൻ ചെയ്യാൻ സാധിച്ചേക്കും. ഇതിൽ കോമൺ ആണ് ഓപ്പൺ സീ അല്ലെങ്കിൽ ബ്ലർ കോൺട്രാക്ട്സ്. നിങ്ങൾ ഇത് പലപ്പോഴും റിവോക്ക് ചെയ്യാൻ മറന്നുപോകും. പിന്നെ ഒരു സാധ്യത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡിവൈസ് വേറൊരു വ്യക്തിക്ക് നൽകുകയോ നിങ്ങളുടെ സീഡ് ഫ്രേസ് ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ വേറൊരു വ്യക്തിക്ക് നിങ്ങളുടെ വാലറ്റ് ഡ്രെയിൻ ചെയ്യാൻ സാധിക്കും. ഇത് മിക്കവാറും ചോദിക്കുന്നത് എന്തെങ്കിലും അസറ്റ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ടെസ്റ്റ് ചെയ്യാൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാനോ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാനോ അങ്ങനെ എന്തു കാരണവും പറഞ്ഞിട്ടും ആവാം. ഇങ്ങനെ ആർക്കെങ്കിലും നിങ്ങളുടെ സീഡ് ഫ്രേസ് അതുപോലെ പ്രൈവറ്റ് കീ ലഭിച്ചാൽ നിങ്ങളുടെ വാലറ്റ് ഡ്രെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കും. നിങ്ങൾ ഇൻ്ററാക്ട് ചെയ്ത ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുവഴി ഇതുവരെയുള്ള ഇടപാടുകൾ, നിങ്ങൾ ഇടപെട്ട വാലറ്റ് അഡ്രസ്സുകൾ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതിലെന്തേലും അഡ്രസ് ഫിഷിംഗ് എന്നോ മാലീഷ്യസ് എന്നോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൂലം ആവും നിങ്ങളുടെ വാലറ്റ് ഡ്രെയിൻ ആയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വാലറ്റ് ഡ്രെയിൻ ആയത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് പെർഫോം ചെയ്യുക എന്നതാണ്. അതായത് നിങ്ങൾ എവിടെയൊക്കെ ആണോ നിങ്ങളുടെ വാലറ്റായി ഇൻ്ററാക്ട് ചെയ്തത് അവിടെയെല്ലാം പോയി റിവോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഭാവിയിൽ ഇത്തരം ഡ്രെയിനേജ് ഒഴിവാക്കും. മറ്റൊരു കാര്യം, നിങ്ങളുടെ സീഡ് ഫ്രേസ് മറ്റൊരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മറ്റൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് ഉടനെ തന്നെ വാലറ്റിലെ അസറ്റ് എല്ലാം പുതിയ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. പുതിയ വാലറ്റിൻ്റെ സീഡ് ഫ്രേസ് ഒരു ഫിസിക്കൽ പേപ്പറിലോ മറ്റോ എഴുതി വെക്കാൻ ശ്രമിക്കുക. കഴിവതും ഡിജിറ്റലി സീഡ് ഫ്രേസ് സ്റ്റോർ ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങളല്ലാതെ വേറൊരു വ്യക്തിക്ക് നിങ്ങളുടെ സീഡ് ഫ്രേസ് ലഭിക്കാതിരിക്കുക എന്നത് ആത്യന്തികമായി നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ ഒരു മാൽവെയർ വൈറസ് സ്കാൻ നടത്താവുന്നതാണ്. നിങ്ങളുടെ ബ്രൗസർ എക്സ്റ്റൻഷനിൽ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാവുന്നതുമാണ്. വളരെ പുതുതായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് അതുപോലെ സോഫ്റ്റ്വെയർസ് ഒക്കെ റിവ്യൂ ചെയ്യുന്നതും നല്ലതായിരിക്കും. ട്രാൻസാക്ഷൻ അപ്രൂവലിലൂടെ ആണ് ഫണ്ട് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായാൽ എല്ലാ ചെയിനിലും ഏതെങ്കിലും വാലറ്റ് സെക്യൂരിറ്റി എക്സ്റ്റൻഷൻ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റിവോക്ക് ക്യാഷ് അല്ലെങ്കിൽ വാലറ്റ് ഗാർഡ് പോലുള്ള എക്സ്റ്റൻഷൻ വഴി ചെക്ക് ചെയ്ത് വാലറ്റിൽ അപ്രൂവൽ കാണുന്നുണ്ടെങ്കിൽ ആ അപ്രൂവൽ റിവോക്ക് ചെയ്യാവുന്നതാണ്. റിവോക്ക് ചെയ്യാൻ വളരെ ചെറിയ ഗ്യാസ് ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്യലാണ്.
നിങ്ങൾ ഏത് അക്കൗണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ വാലറ്റ് അഡ്രസ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രെയിൻ സംഭവിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്യാം. ഇതിനുള്ള ഓപ്ഷൻസ് എല്ലാം ബ്ലോക്ക് ചെയിനിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ഒരു ഡിജിറ്റൽ അസറ്റായ NFT നഷ്ടപ്പെട്ട NFT മാർക്കറ്റായ OpenSea അതുപോലെ ബ്ലർ ഇവയിലൊക്കെ പോയി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇവയൊക്കെയാണ്. നിങ്ങളുടെ സീഡ് ഫ്രേസ് ഡിജിറ്റലി സ്റ്റോർ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ സീഡ് ഫ്രേസ് മറ്റൊരാൾക്കും കൈമാറാതിരിക്കുക. നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഡാപ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. വാലറ്റ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന സെക്യൂരിറ്റി ഡാപ്സ് യൂസ് ചെയ്യുക.